അല്ലേ? ജോധ്പൂരിൽ നിന്ന് രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേഷ്, ഈ ജോധ്പൂരിലെ സ്ഥിതി എങ്ങനെയാണ്? ജോധ്പൂരിൽ ഇപ്പം പൊതുവെ ഇന്ന് 2 ദിവസം കൊണ്ട് നല്ലപോലെ ബ്ലാക്ക് ഔട്ട് ഡേ ആയിരുന്നു. രാത്രി 9:30 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പവർ ഓഫ് ചെയ്തിരുന്നു. ഹലോ, കേൾക്കാമോ? ഇന്നലെ രാത്രിയിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ഇന്നലെ രാത്രി മൊത്തം 9:30 ആയപ്പോഴത്തേക്ക് പവർ ഓഫ് ചെയ്തപ്പോൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ഈ ശബ്ദങ്ങൾ പലയിടത്തും ആളുകൾ വലിയ ശബ്ദങ്ങളൊക്കെ രാത്രി കേട്ടു, ഫയറിംഗിന്റെ ശബ്ദങ്ങളൊക്കെ കേട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ജോധ്പൂരിൽ അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ജോധ്പൂരിലെ കാരണം ഈ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 10-29 കിലോമീറ്ററാണ് ജോധ്പൂർ ടൗൺ. അപ്പം ഈ ജസൻമീർ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് എന്ന് കരുതാം അല്ലേ? എന്തോ വളരെ സുരക്ഷിതമായൊരു സ്ഥലമാണ് എന്ന് കരുതാം അല്ലേ? ഇപ്പം സുരക്ഷിതമായ അന്തരീക്ഷമാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ്, എന്തൊക്കെ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പൊതുവിൽ അവിടെ ഉള്ളത്? അതായത് ജനങ്ങളോട് പൊതുവെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ സമീപത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം. കംപ്ലീറ്റ് എല്ലാവരും സുരക്ഷിതമായിട്ട് വീടിനകത്തിൽ തന്നെ ഇരിക്കണം. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെളിച്ചം പാടില്ല. നന്ദി രാജേഷ്. ജോധ്പൂരിലാണ് അദ്ദേഹം ഉള്ളത്. ആര്യ.